ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ ആ വിഷയത്തെ ആസ്പദമാക്കി തന്നെ അതിൻ്റെ തുടർച്ചയാക്കി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസമായി കേരളത്തിൽ ഉടനീളമായി ചർച്ചാ വിഷയമായിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നമുക്കറിയാം, കേരളത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ സിനിമാ ലോകത്തിൻ്റെ എല്ലാവിധ രഹസ്യങ്ങളെയും തുറന്നടിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ പല ന്യൂസുകളും ഇന്ന് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ജനത അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് സിനിമാ ലോകത്തിൽ നിന്ന് തന്നെ ഒരുപാട് താര വിഭാഗം ആളുകൾ പുറത്തു വന്ന് അതിൻ്റെ സത്യാവസ്ഥയും അല്ലെങ്കിൽ അതിൻ്റെ നേർ കാഴ്ചയും തുറന്നടിക്കുന്ന സംഭവങ്ങൾ നമുക്ക് മുമ്പ് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ചില ന്യൂസ് റിപ്പോർട്ടിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ചില രംഗങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി അതിൻ്റെ ന്യൂസ് റിപ്പോർട്ട് അഥവാ ഹേമ കമ്മിറ്റിയുടെ ഒരു മെയിൻ പോയിന്റുകൾ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരുന്നു മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകും. ഇതിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമപരമായ ഇടപെടൽ വേണമെന്നാണ് കമ്മിറ്റി ശുപാർശ. മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ, അതിലൊരു ട്രിബ്യൂണൽ അത് വേണം എന്നുകൂടി കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഈ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അത്തരം ഒരു ശുപാർശ കൂടിയുണ്ട്. ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തേണ്ട, സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകേണ്ട രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നത് മനുഷ്യനെ നാണിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക്. കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നതായും ഇതിൽ പലരും പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതിയുടെ വിവരങ്ങൾ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലെ മൊഴി അതേ നിലയിൽ ഉൾപ്പെടുത്താൻ ഈ പുറത്തു വന്ന റിപ്പോർട്ടിലില്ല എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇതിന് പിൻബലം നൽകുന്ന ചില രേഖകൾ, വിവരങ്ങളൊക്കെ ഇതിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുതരമായ വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ട്രസ്സായ സിനിമാ നടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളോ അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാനോ അതിനു വേണ്ട സൗകര്യങ്ങളൊന്നോ ഈ സിനിമാ ലൊക്കേഷനിലോ സമീപ പ്രദേശങ്ങളിലോ ഒരുക്കുന്നില്ല. അതിൻ്റെയൊക്കെ സത്യാവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ശുചിമുറിയുടെ അപര്യാപ്തത, ഈ വസ്ത്രം മാറുന്നതിനൊക്കെ വേണ്ടുന്ന സ്വകാര്യമായ ഇടങ്ങൾ, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ സ്ത്രീകളായ ആക്ട്രസ് വിവേചനങ്ങളും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാണ് എന്നുള്ള ന്യൂസുകളാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിലൂടെ സമർപ്പിക്കുന്നത്. സ്ത്രീകൾ നേരിടുന്ന കടുത്ത വിവേചനം, ലഹരി മരുന്നിൻ്റെ ഉപയോഗമടക്കം വലിയ വലിയ പ്രശ്നങ്ങൾ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ ഈ കമ്മിറ്റി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കമ്മിറ്റി സർക്കാരിന് നൽകിയ ശുപാർശകളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. 2017 ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2019 ഡിസംബറിൽ അതിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ട് പോലും എന്തുകൊണ്ട് അതിൻ്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ പ്രതിനിധികളോ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സിനിമാ ലോകം തന്നെ ചർച്ചയാക്കുന്നത്. നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ്. എന്തായാലും നേരം വഴുകിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് എത്ര കാലം പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും നല്ലൊരു റിപ്പോർട്ടാണ്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സിനിമാ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇത്ര കാലം എന്തിനാ പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവാത്തുള്ളൂ. എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഈ സമയത്ത് നമ്മളതിനെ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, അതിൽ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ സർക്കാർ ഇനി എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നറിയാനാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത്. സിനിമാ ലോകത്തോട് സമൂഹവും അതുപോലെ തന്നെ ന്യൂസുകളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും അഭിപ്രായങ്ങൾ പലതാണ്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കൊന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഗായത്രിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് സിനിമാ സെറ്റിൽ വിവേചനം നേരിടേണ്ടി വരിക, ഈ പറയുന്ന പവർ മാഫിയ എന്ന് പറയുന്നതിനെ ഗായത്രി വർഷയ്ക്ക് നേരിടേണ്ടി വരിക, അത്തരം സാഹചര്യങ്ങളിൽ നിസ്സഹായി പോകേണ്ടി വരിക, ഇതൊക്കെ ഗായത്രി വർഷ നേരിട്ട് അനുഭവിക്കുകയോ മറ്റു നടിമാർ അനുഭവിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഗായത്രി? തീർച്ചയായിട്ടും ഒരുപാടിടെ എനിക്ക് നേരിട്ട് അത്ര അനുഭവങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോൾഡ് ചെയ്യപ്പെട്ട വഴിയും മറ്റൊന്നായിരുന്നുണ്ട്. വിദ്യാർത്ഥി വിപ്ലവ രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും സ്പോട്ടിൽ പ്രതികരിക്കുക ഇല്ലെങ്കിൽ അവിടുന്ന് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്ന ഒരു നിലപാട് ആദ്യം മുതൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പല പെൺകുട്ടികൾ സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം, 1995 അമ്മയുണ്ടായ അതേ വർഷം അമ്മയിൽ മെമ്പറാവുകയും മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യുകയും ചെയ്ത ആളാണ് ഞാൻ.
പ്രശസ്ത നടി റീമ കല്ലിങ്ങലിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. കാണും. 255 പേജുള്ള റിപ്പോർട്ടാണ്, വായിക്കും, പ്രതികരിക്കും. WCC ഒക്കെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങളും വായിച്ചിട്ടില്ല, ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങൾ 4 കൊല്ലമായി ചോദിക്കുന്നതാണ്, ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. മുതലേ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ? ബേസിക്കലി ഞെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരയും നീരുമാണ്, ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ്. സോ ഒരുപാട് സന്തോഷം. റീമയ്ക്ക് കരിയർ വളരെയേറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ നടി രഞ്ജിനിയുടെ ആ ശ്രമഫലത്തിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം ഇവിടെ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവർ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായി കേൾക്കാം. WCCയിലെ നായികയാണോ വില്ലത്തിയാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. സാധാരണ പ്രേക്ഷകന്റെ ചോദ്യമാണ്. ഞാൻ പറയുന്നു, രഞ്ജിനിയോട് ചോദിക്കാതെ തന്നെ, രഞ്ജിനി ഈ WCCയുടെ ആണെങ്കിലും ഈ നിലപാടിലും നായിക തന്നെയാണ്, വില്ലത്തിയല്ല. പക്ഷേ അപ്പോഴും രഞ്ജിനിയോട് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പങ്കുവയ്ക്കാം. രഞ്ജിനി, റിപ്പോർട്ട് പുറത്തു വന്നു, അതിൽ രഞ്ജിനി ആശങ്കപ്പെടുന്നത് പോലെ ഒന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. നിങ്ങൾ വായിച്ചോ? ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, പക്ഷേ ഞാൻ വായിച്ചു. 268 ഐ തിങ്ക്. അത് ഇന്നലെ എൻ്റെ ലോയർ തന്നെ, ഐ തിങ്ക് ശ്രുതി ഡിബേറ്റിൽ വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സോ 268. ഇപ്പോൾ ഞാൻ എനിക്ക് സമയം ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. ബിക്കോസ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ബിക്കോസ് WCC, ഐ എം എ മെമ്പർ ഓഫ് WCC കാരണം കൊണ്ടാണ് ഞാൻ ഹിയറിംഗ് പോയത്. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അറ്റൻഡ് ദ ഹിയറിംഗ്. ഓക്കെ. പിന്നെ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്, ട്രിവാൻഡ്രത്തിലല്ല. ദ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഹിയറിംഗ് വന്നത് ട്രിവാൻഡ്രത്തിലാണ്. അപ്പോൾ ആരും ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആരും പോകുന്നില്ല, ആരും കമ്മിറ്റ് ചെയ്യുന്നില്ല, WCC ഗ്രൂപ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ആരും, ബിക്കോസ് എല്ലാവരും മോസ്റ്റ്ലി കൊച്ചിയിലാണ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ദ പ്രോബ്ലം ഈസ് നമ്മൾ ഈ ഹിയറിംഗ്, ബിക്കോസ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് WCC ഇത്ര കഷ്ടപ്പെട്ടിട്ട് പോയി CMോടും ഗവൺമെൻറ്റോടും സംസാരിച്ചപ്പോൾ അവർ ഇതൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് അല്ലേ, ആരെങ്കിലും പോവണ്ടേ? അപ്പോൾ ആരും പോകുന്നെങ്കിൽ, ബിക്കോസ് നോബഡി ഈസ് അവൈലബിൾ, ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി, ആരും ട്രിവാൻഡ്രത്തിലേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവാം, എന്ത് ചെലവിൽ ഞാൻ പോയിട്ട്, ബിക്കോസ് ഇല്ലെങ്കിൽ അത് വേറെ രീതിയിലാവും, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് എല്ലാ കയ്യിലിരുന്ന് പൈസ എടുത്ത് ഐ ഈവൻ ബുക്ക് ദ ഹോട്ടൽ. ഐ ഡിഡ്ന്റ് ഈവൻ ക്ലെയിം എ സിംഗിൾ പെനി. ഓക്കെ. സിനിമാ ലോകത്ത് ഇതുപോലെയുള്ള പല മുഖമൂടികളും പുറത്ത് ചാടേണ്ടതുണ്ട്, വെളിവാകേണ്ടതുണ്ട് എന്ന് ഇത്തരം പ്രശ്നങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി. ഇത്തരം കമ്മിറ്റികൾ ഇനിയും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് പരിഹരിക്കാനും അത് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനും ഒരു ധൈര്യം പകരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.